വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡോറ കേക്കാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയോ മൈദയോ യൂസ് ചെയ്യാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് പൊടി ഇങ്ങനെ അരിച്ചെടുക്കുക. ഇതിൽ വലിയ തരികളോ കട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. സ്പൂൺ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിസ്ക് വെച്ചും ചെയ്യാം. ഇപ്പോൾ മുട്ട പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ വാനില എസൻസ് ഒരു 2-3 തുള്ളി വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഇട്ട് നന്നായി പതച്ചതിന് ശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. വാനില എസൻസ് ചേർക്കുമ്പോൾ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഒരു പാൻ കേക്ക് പോലെയാണ് തയ്യാറാക്കുന്നത്. ഒരു പാനിലാണ് നമ്മൾ, ഓവൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പാലൊക്കെ മതിയാവും. മീൻസ് ഇത് കുറച്ചൊന്ന് ലൂസാക്കാനാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസി ആയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്തിട്ടുള്ളതാണിത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒരു 3 മിനിറ്റ് വെച്ചിട്ട് ആണ് മറിച്ചിടേണ്ടത്. മറിച്ചിട്ട് 30 സെക്കൻഡിനുള്ളിൽ തന്നെ എടുക്കണം. എന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. പിന്നെ ഒഴിക്കുമ്പോൾ നമ്മൾ എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട ഫില്ലിങ്, ഞാനിവിടെ ചോക്ലേറ്റ് സോസാണ് യൂസ് ചെയ്യുന്നത്. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ എങ്ങനെ ചോക്ലേറ്റ് സോസ് തയ്യാറാക്കുന്നത്. ആ ചോക്ലേറ്റ് സോസാണ് ഞാനിവിടെ ഇതിനകത്ത് കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് സോസ് ഇതിനുള്ളിൽ തേച്ച് കൊടുക്കുക. എല്ലാ സ്ഥലത്തും കവർ ചെയ്യുന്ന പോലെ നന്നായി തേച്ച് കൊടുക്കുക. ഇനി വേറൊരു കേക്ക് ഇതിന് മുകളിലേക്ക് എടുത്ത് വയ്ക്കുക. അതൊരു സാൻഡ്വിച്ച് പോലെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഡോറ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ റെസിപ്പിയാണ്. ഭയങ്കര സോഫ്റ്റാണ് ഈ കേക്ക്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. എളുപ്പം ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം.